ഹലോ, ഗുഡ് ഈവനിങ് ഡിയർ ലേണേഴ്സ്. ക്രിമിനോളജി നമ്മളുടെ ക്രാഷ് കോഴ്സാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിമിനോളജി ബ്ലോക്ക് 4ൻ്റെ ക്രാഷ് കോഴ്സ്. ബ്ലോക്ക് 4 പണിഷ്മെൻറ്റ് ആൻഡ് കറക്റ്റീവ് മെത്തേഡ്സ് ആണ്. ബ്ലോക്ക് 4ലും നമ്മൾ അതർ ബ്ലോക്സിലേതുപോലെ തന്നെ 3 യൂണിറ്റ്സുകളാണുള്ളത്. അപ്പോൾ 3 യൂണിറ്റ് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ക്രാഷ് കോഴ്സാണ്. സോ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഐ ടെൽ യു ദാറ്റ് യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺലി ദിസ് ക്രാഷ് കോഴ്സ് ഫോർ ദ എക്സാമിനേഷൻ. അറ്റ് ദ സെയിം ടൈം യു മസ്റ്റ് ഹാവ് എൻ എലാബറേറ്റീവ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ, collection of other questions and answers, as well the detailed learning of the other notes given to you. അതുകൊണ്ട് തന്നെ ഒരു ക്രാഷ് കോഴ്സിനെ മാത്രം ആശ്രയിച്ചിട്ട് ഒരു വലിയ സ്കോർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. പക്ഷേ നിങ്ങളുടെ പാസ്സായി പോകുമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യം. കാരണം ഒരു നല്ലൊരു സ്കോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, അതായത് ഒരു ജോലി ചെയ്യുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എന്ന വ്യക്തമായ ബോധം എനിക്കറിയാം. ഞാൻ ക്ലാസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഇഗ്നോയുടെയും ഒക്കെ ക്ലാസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് വാല്യുവേഷൻ, പേപ്പർ വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ എല്ലാ മാനസിക പ്രശ്നങ്ങളും ഒക്കെ അതിൽ എക്സിബിറ്റ് ചെയ്തിട്ട് കാണാം ഈ ആൻസർ പേപ്പറിലൊക്കെ. പക്ഷേ നമുക്ക് അതുകൊണ്ടൊന്നും മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ഉണ്ടായിരിക്കണം. യു മസ്റ്റ് പ്രൊഡ്യൂസ് ദ കണ്ടൻറ്റ്. ആൻസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല, അതായത് വെറും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാമെന്നുള്ളതൊക്കെ ഒരു നെഗറ്റീവ് എലമെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെയല്ല, കുറച്ച് സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും സമയമില്ല എന്നുള്ളത് അറിയാം. എനിവേ വി വിൽ ബി സ്റ്റാർട്ടിങ് ദിസ് 4th ബ്ലോക്ക് ക്രാഷ് കോഴ്സ്. ഞാനിവിടെ 24 ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിട്ടുണ്ട്. 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. അതിന് പരാതിയായിട്ടൊന്നും വരണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറക്കുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കൊടുത്തിട്ടില്ല. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം മറ്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തേ പറ്റൂ. പക്ഷേ അതേസമയം തന്നെ നല്ലൊരു എക്സ്പ്ലനേഷൻ തരുന്നതാണ് നിങ്ങൾക്ക്. അത് ടൈം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷൻ ഒരു നോട്ടാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കുക. ചെറിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, വി വിൽ ബി സ്റ്റാർട്ടിങ്. ദെൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് അസോസിയേറ്റ് വിത്ത് ദ റെഡ്യൂസിങ് അൺവാണ്ടഡ് ബിഹേവിയർ. അൺവാണ്ടഡ് ബിഹേവിയർ റെഡ്യൂസ് ചെയ്യുന്നുള്ള ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ഏതാണ്? അതായത് അനാവശ്യമായൊരു സ്വഭാവം ഇല്ലാതാക്കുന്നതിന് ഒരു കൊടുക്കുന്ന പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിയിലെ ബിഹേവിയറൽ തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബിഹേവിയറൽ തിയറിയിൽ പോസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന തിയറി ഉണ്ട്. BF സ്കിന്നറിൻ്റെ ഓപ്പറേൻ്റ് കണ്ടീഷനിങ് എന്നാണ് തിയറിയുടെ പേര്. അത് പോട്ടെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ, സോ പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അൺവാണ്ടഡ് ബിഹേവിയറിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പണിഷ്മെൻറ്റ് പോസിറ്റീവ് ബിഹേവിയർ എന്നാണ് ആ അപ്രോച്ചിന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നൗ ഹൂ ചെയർഡ് ദ ഫസ്റ്റ് ലോ കമ്മീഷൻ ദാറ്റ് പ്രിപ്പയർഡ് ദ ഡ്രാഫ്റ്റ് ഫോർ ദ ഇന്ത്യൻ പീനൽ കോഡ്, IPC. ദ ചെയർമാൻ ഓഫ് ദ ലോ കമ്മീഷൻ വിച്ച് ഡ്രാഫ്റ്റ് ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വർഷം അറിയാലോ, 1860. ഇതിൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കഴിഞ്ഞ ലെസൺസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് കിട്ടിയിട്ടുണ്ട്. തോമസ് ബാബിങ്ടൺ മെക്കാളെയാണ്. തോമസ് ബാബിങ്ടൺ മെക്കാളെ യാതൊരു കാരണവശാലും റിഫോർമേറ്റീവ് തിയറിയെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അദ്ദേഹം റിട്രിബ്യൂട്ടീവ് തിയറിയെ തന്നെയാണ്. ലോർഡ് മെക്കാളെ ആണെങ്കിലും വെല്ലസ്ലി ആണെങ്കിലും ഡൽഹൌസി പ്രഭു ഒക്കെ ആണെങ്കിലും ഓൾ ദീസ് പേഴ്സൺസ് സപ്പോർട്ടഡ് റിട്രിബ്യൂട്ടീവ് തിയറി, റിട്രിബ്യൂട്ടീവ് അപ്രോച്ച് ഇൻ പ്രിസൺസിൽ റിട്രിബ്യൂട്ടീവ് അപ്രോച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിട്രിബ്യൂട്ടീവ് അപ്രോച്ച് ഇതിനെയാണ് സപ്പോർട്ട് ചെയ്തത്, റിഫോർമേറ്റീവ് അപ്രോച്ചിനെ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഡിനോട്ട്സ് റിഫോർമേഷൻ ഓഫ് ദ ഒഫൻഡർ ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ക്രൈംസ്. ഫ്യൂച്ചർ ക്രൈംസ് ഇല്ലാതാക്കുന്നതിന് ഒഫൻഡറുടെ ഫ്യൂച്ചർ ക്രൈംസിനെയാണ് നമ്മൾ റെസിഡിവിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഒഫൻഡർ ജയിലിൽ നിന്നിറങ്ങിയാൽ വീണ്ടും ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ആ ഒരു ബിഹേവിയറിനെയാണ് റെസിഡിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്യൂച്ചർ ക്രൈമിനെ
നമ്മൾ ഇല്ലാതാക്കണം. അതാണ് നമ്മളുടെ റിഫോർമേറ്റീവ് റിഹാബിലിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ഇന്ത്യൻ പ്രിസൺസിലെ അപ്രോച്ചിൻ്റെ ഭാഗം. ഞാനിവിടെ പറഞ്ഞ മെക്കാളെ പ്രഭു ആണെങ്കിലും അതുപോലെ നമ്മുടെ ലോർഡ് ഡൽഹൌസി ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വി ഇൻട്രൊഡ്യൂസ്ഡ് വാട്ട് ഈസ് ദിസ് ടൈപ്പ് ഓഫ് അപ്രോച്ച്. ഈ ടൈപ്പ് അപ്രോച്ചാണ് നമ്മൾ ഇന്ത്യൻ പ്രിസൺസിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ പുനഃ സംയോജിപ്പിക്കുക സമൂഹവുമായിട്ട്. അപ്പോൾ ആ അപ്രോച്ചിൻ്റെ പേരിന് നമുക്ക് റിഹാബിലിറ്റേഷൻ അപ്രോച്ച് എന്ന് പറയാം. റിഹാബിലിറ്റേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The next one is name the punishment system involves ഹാർഡ് ലേബർ. നിങ്ങൾക്കറിയാമല്ലോ, ഹാർഡ് ലേബർ ഉൾപ്പെട്ട പണിഷ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുട്ടികളെല്ലാം. ഇപ്പോൾ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് കഠിന തടവെന്നാണ് പറയുന്നത്. കഠിന തടവ്. തടവിനെ തന്നെ എന്താണ്, ഇംപ്രിസൺമെൻറ്റിനെ തന്നെ എന്തുണ്ട്, 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. അത് ലളിതമായ തടവും കഠിന തടവും റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ആണ്. ഹാർഡ് ലേബറാണ് കൊടുക്കുക. ഹാർഡ് ലേബർ കൊടുക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who inspired the vision of prisons as therapeutic spaces in India? Who inspired the vision of spaces in therapeutic spaces in India? ഇന്ത്യയിലെ പ്രിസൺസിൽ എന്തുണ്ട്? തെറാപ്യൂട്ടിക് സ്പേസ്, തെറാപ്പി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. തെറാപ്യൂട്ടിക് സ്പേസാണ്, റിഫോർമേഷനാണ്, റിഹാബിലിറ്റേഷനാണ്. മനുഷ്യനെ നവീകരിക്കലാണ്. കുറ്റവാളിയാണെങ്കിലും അവനെ നവീകരിക്കുക, അവനെ പുനരധിവസിപ്പിക്കുക, സമൂഹത്തിൽ പുനഃസംയോജിപ്പിക്കുക. റീഇൻറ്റഗ്രേഷൻ, റിഫോർമേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഇതൊക്കെയാണ് ടേംസ്. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തെറാപ്യൂട്ടിക് സ്പേസ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യൻ പ്രിസൺസിൽ എന്ത് കൊടുക്കുന്നുണ്ട്? സൈക്കോളജിക്കൽ തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്, മനഃശാസ്ത്രപരമായ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു യൂണിറ്റിൽ വ്യക്തമായിട്ടത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ് കൊടുത്തതാണ്. ഓക്കെ, സ്കോളേഴ്സ് ഹബിൽ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് uplifted the prisoners' human rights in India എന്നതാണ് ക്വസ്റ്റ്യൻ. ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് uplifted the human rights uplifted the human rights in India. ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ പ്രിസണേഴ്സ് ഇൻ ഇന്ത്യ. അതായത് പ്രിസണേഴ്സിൻ്റെ മനുഷ്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു സുപ്രധാനമായ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അത് സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷനാണ്. സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which recent document focuses the prisoners' welfare, legal and റീഇൻറ്റഗ്രേഷൻ. പ്രിസണേഴ്സിൻ്റെ വെൽഫെയർ, അതുപോലെ തന്നെ ക്ഷേമം എന്നാണ്, ലീഗൽ എയ്ഡ്, നിയമപരമായ സഹായം, അതുപോലെ തന്നെ റീഇൻറ്റഗ്രേഷൻ, പുനഃസംയോജനം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്തിറങ്ങിയ ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മോഡൽ പ്രിസൺ ആക്ട് 2023 ആണ്. 2023 മോഡൽ പ്രിസൺ ആക്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മോഡൽ പ്രിസൺ ആക്ട് 2023. Now the other question is what is the role of vocational training in correctional settings? കറക്ഷണൽ സെറ്റിങ്സിൽ എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ റോൾ എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എഡ്യൂക്കേഷനിലെ വൊക്കേഷണൽ ട്രെയിനിങ്, കറക്ഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രിസൺസിലെ കറക്ഷണൽ പ്രോഗ്രാമാണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, അതായത് ജോലിപരമായ ട്രെയിനിങ്ങും അതുപോലെ വിദ്യാഭ്യാസപരമായ ട്രെയിനിങ് രണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്കറിയാം. അതായത് പ്രാക്ടിക്കൽ സ്കിൽസ് നൽകുക, ഐഡിൽനെസ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഇൻമേറ്റ്സിന് ഓണസ്റ്റ് വർക്ക്, പോസ്റ്റ് റിലീസിന് ശേഷം, ജയിലിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നല്ല സത്യസന്ധമായ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക, അല്ലെ, അവരുടെ മടി ഇല്ലാതാക്കുക, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയാണ് ഏതിൻ്റെ ഉദ്ദേശം? ഈ കറക്ഷണൽ പ്രോഗ്രാമിലെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളുടെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു ക്വസ്റ്റ്യനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂർ ജയിലിലാണെങ്കിൽ എന്താ ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ട്, ബിരിയാണി, ഇതൊക്കെ അവരുണ്ടാക്കുന്നതാണ്. അവർക്ക് അതിനുള്ള അവരുടെ ട്രെയിനിങ് കൊടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് ക്രിയേറ്റീവ് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ദ സോഴ്സ് ഓഫ് റീഇൻറ്റഗ്രേഷൻ ഓഫ് ദീസ് ക്രിമിനൽസ് ഓർ ദീസ് കൾപ്രിറ്റ്സ്. സംടൈംസ് ദേ ആർ സിറ്റുവേഷണൽ ഇൻ ടു ദ സൊസൈറ്റി. ചിലപ്പോൾ ഈ കൾപ്രിറ്റ്സൊക്കെ സാഹചര്യം കൊണ്ടുണ്ടാകുന്ന കുറ്റവാളികളായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ എന്താണ് ഇതിലേക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. Okay, now the question is which type of
the maximum duration allowed for a probation. ഒരു പ്രൊബേഷന് മാക്സിമം ഡ്യൂറേഷൻ എത്രയാണ് കൊടുക്കുന്നത്? മാക്സിമം ഡ്യൂറേഷൻ അലോഡ് ഫോർ എ പ്രൊബേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. പ്രൊബേഷൻ്റെ മാക്സിമം കാലയളവ് 3 വർഷമാണ്. 3 years ആണ് പ്രൊബേഷൻ. The next question, the type of parole granted in an emergency situation. എമർജൻസി സിറ്റുവേഷനിൽ ഉള്ള പരോൾ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. The type of parole granted in emergency situation ഏതാണ്? എമർജൻസി സിറ്റുവേഷൻസിൻ്റെ പരോളിൽ കസ്റ്റഡി പരോൾ എന്നാണ് പറയുന്നത്. കസ്റ്റഡി പരോളാണ് എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കുന്ന പരോൾ. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് മേ ബി ദ ഡെത്ത് ഓഫ് ദ കൾപ്രിറ്റ്സ് ഫാദർ മരിക്കുകയോ അമ്മ മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത് എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ കസ്റ്റഡി പരോൾ നൽകുന്നു. Okay, the next one is the 12th question. Which type of victimization caused by insensitive treatment of the victims? വിക്ടിമൈസേഷനെ കുറിച്ച് പറയുമ്പോൾ സിംഗിൾ വേർഡാണ്. ഒറ്റ ആൻസറിൽ ഞാൻ ആൻസർ തരാം. സെക്കൻഡറി വിക്ടിമൈസേഷനാണ് ഇൻസെൻസിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വിക്ടിംസ്. ഈ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇരകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറ്റംപ്റ്റഡ് മർഡർ, ഇപ്പോൾ ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിൽ ആ കുട്ടിയാണ് ഇര അല്ലേ? അപ്പോൾ ഈ ഇരക്ക് ഉണ്ടാകുന്ന ആ കൊലപ്പെടുത്താൻ ശ്രമിച്ചെടുത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന മുറിവേൽക്കുന്നു, മാനസിക ആഘാതം ഉണ്ടാകുന്നു. അതിനെയൊക്കെയാണ് പ്രൈമറി വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, കറക്റ്റ് നീതിയുക്തമായ ട്രീറ്റ്മെൻറ്റ്, പരിചരണം ഈ കുട്ടിക്ക് കൊടുക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേപ്പ് വിക്റ്റിമാണെങ്കിൽ ചിലപ്പോൾ എന്താകും, സോഷ്യൽ ലേബലിങ്, ആരാണെന്ന് കാണാനുള്ള ചിലപ്പോൾ ഒരു ഗ്യാതറിങ് ഒക്കെ ഉണ്ടാവാം. അതൊക്കെ കുട്ടിക്ക് എന്താണ്, ആ കുട്ടിക്ക് എന്തുണ്ടാവാം, ഒരു ഫീലിംഗ് ഓഫ് വാട്ട് അൺഹാപ്പിനെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ് ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടാവാം. അപ്പോൾ അതാണ് അങ്ങനെ ഈ ജഡ്ജ്മെൻറ്റ് പ്രോസിക്യൂഷൻ ടൈമിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇൻ്റർഫിയറൻസ് ഒക്കെ എന്താണ് സെക്കൻഡറി വിക്ടിമൈസേഷൻ. അതിനെയാണ് ഈ സെക്കൻഡറി വിക്ടിമൈസേഷൻ. രണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രൈമറി വിക്ടിമൈസേഷൻ ആൻഡ് സെക്കൻഡറി വിക്ടിമൈസേഷൻ ചോദ്യം ചോദിക്കും. ഓക്കെ, സോ ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് സെക്കൻഡറി വിക്ടിമൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനാണ് സെക്കൻഡറി ആയിട്ട് വരുന്നത്. അതേ ഇരക്ക് തന്നെ, വിക്ടിമിന് തന്നെ ആ ഇൻസിഡൻറ്റിന് ഉണ്ടാകുന്ന ആഘാതം പ്രൈമറി വിക്ടിമൈസേഷനാണ്, അതിന് ശേഷം ഉണ്ടാകുന്ന ഇൻസെൻസിറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇങ്ങനെയുള്ള വിക്ടിംസിൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത്. സോ ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ സെക്കൻഡറി വിക്ടിമൈസേഷൻ. ആൻഡ് നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 4 mark questions. 4 mark questions. Explain the objectives of punishment. Refer page number 145. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഈ സ്ലൈഡിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആൻസർ ഞാൻ അതേപോലെ തന്നെ സ്പൂൺ ഫീഡിങ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പവർ നശിച്ചു പോവുകയുള്ളൂ. അതായത് നിങ്ങളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ലാതെ വെറുതെ ലാസ്റ്റ് നിമിഷം എന്ത് ചെയ്യുക, ഒരു ക്രാഷ് കോഴ്സ് കേട്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് ഞാനതിനെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നിങ്ങളെ ഒന്നുകൂടി റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളെ ലാസ്റ്റിൽ ആൻസർ നോക്കിയാൽ മതി. പക്ഷേ ആൻസർ ഞാനിവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതൊരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചോ. ഇപ്പോൾ ഹൗസ് ഹോൾഡ്സ് ആണെങ്കിൽ വീട്ടിൽ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ ഇത് കേട്ടിട്ട് ഇവിടെ എഴുതാം. ഇതാണ് സാർ പറയുന്നത്, എന്താണ് ക്വസ്റ്റ്യൻ, ഇതാണ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പണിഷ്മെൻറ്റ്. അതിന് വേറെ തന്നെ സമയം നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. എന്താണ് പണിഷ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ, എന്തിനാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, ലക്ഷ്യം എന്താണ്? അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഡിറ്ററൻസ് ഓഫ് ഫ്യൂച്ചർ ക്രൈംസ് ആണ്. ഡിറ്ററൻസ് ഓഫ് ഫ്യൂച്ചർ ക്രൈംസ് ആണ് ഒരു ഒബ്ജക്റ്റീവ് വരുന്നത്. ഫ്യൂച്ചർ ക്രൈംസ് ഡിറ്റർ ചെയ്യുക, ഇനി ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത്. ഇപ്പോൾ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? ഡെത്ത് പണിഷ്മെൻറ്റ് നിങ്ങൾക്കറിയാം, നിർഭയ കേസ്, ഡൽഹിയിലെ നിർഭയ റേപ്പ് കേസിൽ അവർ 3 പേരെയും എന്ത് ചെയ്തു, ഹാങ് ചെയ്യുകയാണ് ചെയ്തത്. അവർക്ക് എന്ത് കൊടുത്തിട്ടില്ല, ഒരു എക്സ്ക്യൂസും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ഹീനസ് ആക്ട്,
വളരെ വളരെ ഹീനമായ ഈ കുറ്റകൃത്യങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു, അത്രയുമുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നുവെന്ന് പബ്ലിക്കിന് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഡിറ്ററൻസ് ഓഫ് ക്രൈംസ് ആണ്, ക്രൈംസിനെ തടയുക. ഒരു പോയിൻ്റ്, പ്രിവെൻറ്റ് പേഴ്സൺ ഹു ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഫ്രം റിപ്പീറ്റിംഗ് ഇറ്റ്. ഒന്നാമത്തത് ഒരു പോയിൻ്റ് നമുക്ക് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രൈംസ് എന്ന് പറയുമ്പോൾ, അതായത് വ്യക്തികളെ അങ്ങനെയുള്ള കുറ്റങ്ങളിൽ നിന്ന് അത് ആവർത്തിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളത്. മറ്റൊന്ന്, ടു പ്രിവെൻറ്റ് അതേഴ്സ് കമ്മിറ്റിംഗ് ക്രൈംസ്. ഇതേ ക്രൈം മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടാകാം, അവരെയും എന്ത് ചെയ്യുക, തടയുക. അപ്പോൾ ഈ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവരിൽ എന്തുണ്ടാകും, ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർ ക്രൈം ചെയ്യാതിരിക്കുക. അതാണ് ഇതിൻ്റെ സൈക്കോളജി വരുന്നത്. ടു പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം കമ്മിറ്റിംഗ് ക്രൈംസ്, മറ്റുള്ളവരെയും ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുക. അതേസമയം തന്നെ വൈൽ ഫിക്സിങ് ദ പണിഷ്മെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ, അതായത് കോർട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. സ്ലൈഡിൻ്റെ ലാസ്റ്റ് സ്ലൈഡ് കാണാം, വൈൽ ഫിക്സിങ് ദ പണിഷ്മെൻറ്റ്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് നോക്കാം. വൈൽ ഫിക്സിങ് ദ പണിഷ്മെൻറ്റ് ഇസ് ആക്ച്വലി ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ദ സ്റ്റുഡൻസ്, ദോസ് ഹു ആർ റൈറ്റിംഗ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. രണ്ടിലും എഴുതുന്നവർക്ക് ഉപകാരപ്രദമാണ്. പണിഷ്മെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ സീ ദ ആൻസർ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പണിഷ്മെൻറ്റ്, നേച്ചർ ഓഫ് ദ ഒഫൻസിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ പ്രകൃതി എന്താണെന്ന് കോടതി പരിഗണിക്കുന്നു. ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദ ഒഫൻസ് ഈസ് കമ്മിറ്റഡ്, ഏത് സാഹചര്യത്തിലാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏജ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഒഫൻഡറിൻ്റെ ഏജും ബാക്ക്ഗ്രൗണ്ടും പരിശോധിക്കുന്നു. എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പ്രയർ ക്രിമിനൽ റെക്കോർഡ്. ദിസ് ഈസ് വെരി റെലവൻറ്റ്. പ്രയർ ക്രിമിനൽ റെക്കോർഡ്, ഇദ്ദേഹത്തിന് മുൻപ് കുറ്റകൃത്യത്തിൻ്റെ റെക്കോർഡുകളുണ്ടോ, കുറ്റകൃത്യം ഇദ്ദേഹം മുൻപ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആൻഡ് പ്രൊവോക്കേഷൻ ആൻഡ് മോട്ടീവ് ബിഹൈൻഡ് ദ ഒഫൻസ്, ഈ കുറ്റം ചെയ്യാനുള്ളതിൻ്റെ പ്രകോപനം എന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം അഥവാ പ്രേരണ എന്താണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കോടതി പരിഗണിക്കുന്നത്. ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്. ഓക്കെ, സോ നമ്മൾ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബേസ് ചെയ്തുകൊണ്ട് കോടതി എന്ത് കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം കൂടി ആൻസർ തന്നിട്ടുണ്ട്. ആൻഡ് നൗ വാട്ട് ഈസ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, പേജ് നമ്പർ 146. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്. ശിക്ഷാരീതികളിലെ ഒരു രീതിയാണ് ഏത്, സോളിറ്ററി കൺഫൈൻമെൻറ്റ് അഥവാ ഏകാന്ത തടവെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകാന്ത തടവെന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 11 and 12 ആണ്. 11 and 12 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സോളിറ്ററി കൺഫൈൻമെൻറ്റ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോണ്ടംപററി ഇഷ്യൂ പറയാം. നമ്മുടെ ഗോവിന്ദച്ചാമി ഇവിടുന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടി. ഫസ്റ്റ് ഇദ്ദേഹത്തിന് വെല്ലൂർ ജയിലിൽ ഹൈ സെക്യൂരിറ്റി പ്രിസണാണ്. അവിടെ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നെ എന്ത് ചെയ്തു, ആ ഡിസിഷൻ മാറ്റിയിട്ട് ഇയാളുടെ കൂടെ ഒരു പ്രിസണറെ കൂടെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോളിറ്ററി കൺഫൈൻമെൻറ്റിന് ഒരുപാട് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുമില്ല, ആരുമായിട്ട് ബന്ധമില്ല, സെല്ലിൻ്റെ ഉള്ളിൽ ഫുഡ് അങ്ങോട്ട് കൊടുക്കും, അവിടെ അതിനപ്പുറത്തേക്ക് പുറത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെന്ത് പാടില്ല, 3 മാസത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം ബിക്കോസ് ഇറ്റ് മേ ക്രിയേറ്റ് സൃഷ്ടിക്കപ്പെടും, ഒരുപാട് സൈക്കോളജിക്കൽ കോൺസിക്വൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ദ പ്രിസണേഴ്സ് ഈസ് സെക്ലൂഡഡ് ഫ്രം ദ സൈറ്റ് ഓഫ് അതർ പ്രിസണേഴ്സ്. അവിടെ വേറെ പ്രിസണേഴ്സിൽ നിന്നുള്ള അവരെ കാണാൻ പോലും ഇവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വേറെ പ്രിസണേഴ്സ് മാത്രമേ അവിടെയുള്ളൂ, അവരെ കാണാൻ ഇയാളെ അനുവദിക്കില്ല. ദ ടോട്ടൽ ഐസൊലേഷൻ ഓഫ് ദ പ്രിസണർ, നോട്ട് ഓൺലി ഫ്രം സൊസൈറ്റി ബട്ട് ഓൾസോ ഫ്രം കോ പ്രിസണേഴ്സ്. അതാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഐസൊലേഷൻ, പൂർണ്ണമായ ഒറ്റപ്പെടുത്തലാണ് മറ്റ് പ്രിസണേഴ്സിൽ നിന്ന് സമൂഹത്തിൽ നിന്നും മറ്റ് പ്രിസണേഴ്സിൽ നിന്നും. ഇതിനെയാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് The next question is discuss 2 other forms of punishment. പണിഷ്മെൻറ്റ് ഫോംസ് ഉണ്ട്, ഇനി അതർ 2 forms of punishment എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്രാഷ് കോഴ്സിൽ ഇങ്ങനെ വലുതായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പരമാവധി തരുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഫൈൻ, കമ്മ്യൂണിറ്റി സർവീസ്, ഇതൊക്കെ ടൈപ്സ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. ഇതല്ലാതെ മറ്റ് 2 ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇംപ്രിസൺമെൻറ്റിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. റിഗറസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്, കഠിന തടവ്. അത് പോട്ടെ. ഇവിടെ അതർ ഫോംസ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. 2 ഞാൻ പറയാം. 2 ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കാണ്. ഒന്ന് നമുക്ക് എന്താണ്, റിലീസ് ഓൺ പ്രൊബേഷൻ.
പ്രൊബേഷനിൽ റിലീസ് ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന് പേയ്മെൻറ്റ് ഓൺ കോമ്പൻസേഷൻ, അതായത് കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഇതിനെ വിടുക എന്നുള്ളത്. ഇപ്പോൾ ഇരയായവർക്ക് അതിൻ്റെ ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഒരു രീതി, അതർ ഫോം ഓഫ് പണിഷ്മെൻറ്റ്. മറ്റൊന്ന് റിലീസ് ഓൺ പ്രൊബേഷനിൽ വിടുക എന്ന് പറഞ്ഞാൽ അത് കോടതി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പ്രൊബേഷണറി ഓഫീസറെ ഫിക്സ് ചെയ്തിട്ട് ഈ വിക്ടിമിനെ ഈ കൾപ്രിറ്റിനെ പുറത്തേക്ക് വിടും, ഇംപ്രിസൺ ചെയ്യില്ല. എന്നിട്ട് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. അവിടെ വന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞാൽ സൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുണ്ട്. അതാണ് റിലീസ് ഓൺ പ്രൊബേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി യൂത്തിനൊക്കെയാണ്, ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സിനും യൂത്തിനും ഒക്കെയാണ് ഈ രീതിയിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെയാണ്? നമ്മളുടെ ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ ആ റിഫോർമേഷൻ്റെ ഭാഗമാണ്. നവീകരിക്കുക മനുഷ്യനെ. ബിക്കോസ് നോബഡി ഈസ് ബോൺ ആസ് എ ക്രിമിനൽ. ആരും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമുണ്ട്. നമ്മളൊരു കുരുമുളക് കള്ളൻ, അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് അദ്ദേഹം ആ ആക്റ്റിലേക്ക് വന്നു എന്ന് നമ്മൾ ആ ആക്ഷനും അതുപോലെ തന്നെ എന്തുകൊണ്ട് അതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സാണെങ്കിൽ വി ഷുഡ് ഗോ ബാക്ക് ടു 30 years ബാക്ക്, അല്ലെ 30 വർഷം മുൻപ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ നിന്നാണ് ക്രിമിനൽ ആക്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അത്തരം കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റുന്നതല്ല, റിഫോർമേഷനാണ്. സോ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ് സെൽഫ് നമ്മൾ റിഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വ്യക്തികളാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതാണ് ഈ റിലീസ് ഓൺ പ്രൊബേഷനിൽ യുവജനങ്ങളെയും അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്നവരെയും പ്രൊബേഷനിൽ വിടുകയാണ് ചെയ്യുന്നത്, മേൽനോട്ടത്തിൽ വിടുന്നു. ഓക്കെ, അവരെ ഇംപ്രിസൺ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ 2 other forms of punishment. And now the next one is what is penology? Page number 148. What is penology? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്, ഇത് ആൻസർ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്യൂസ് ഓഫ് പീനോളജിയുടെ ഇഷ്യൂസ്. വാട്ട് ഈസ് പീനോളജിയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. the question is what is penology? പേജ് നമ്പർ 148 ആണ്. പീനോളജി എന്ന് പറയുന്നതിൻ്റെ മലയാളം ശിക്ഷാശാസ്ത്രം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശിക്ഷാശാസ്ത്രം എന്ന് പറയുന്ന ബ്രാഞ്ച് അത് ക്രിമിനോളജിയുടെ ഭാഗമാണ്. ക്രിമിനോളജിയുടെ ഭാഗം പീനോളജി മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്, വിക്ടിമോളജി എന്ന് പറയുന്ന ഒരു സയൻസ് കൂടിയുണ്ട്. അതായത് ദ സയൻസ് റിലേറ്റഡ് ടു വിക്ടിംസ്. അപ്പോൾ ക്രിമിനോളജി, പീനോളജി ആൻഡ് വിക്ടിമോളജി, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിമിനോളജി, പീനോളജി ആൻഡ് വിക്ടിമോളജി. പീനോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ക്രിമിനോളജി. പീനോളജി എന്ന് പറയുന്നത് ശിക്ഷാശാസ്ത്രം ഒരു ക്രിമിനോളജിയുടെ ബ്രാഞ്ചാണ്. എസ്പെഷ്യലി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പണിഷ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച്. ഇറ്റ് എയിംസ് ടു എക്സ്പ്ലോർ പർപ്പസസ്, തിയറീസ് ആൻഡ് എഫിക്കസി ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ്. ഇത് ഏതിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ, പണിഷ്മെൻറ്റ് സിദ്ധാന്തങ്ങൾ, അതുപോലെ പണിഷ്മെൻറ്റ് എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇത് പഠിക്കുന്നത്. സീക്സ് ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്സ് ടു ഡിറ്റർ ക്രൈം. അതുപോലെ തന്നെ ഇത് ഏറ്റവും ഫലപ്രദമായ രീതിയാണ് ഏതാണ്? ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ, ക്രൈം ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ്? റിഹാബിലിറ്റേറ്റ് ദ ഒഫൻഡേഴ്സ്. ഇനി ഈ കുറ്റവാളികളെ എങ്ങനെ നമുക്ക് പുനരധിവസിപ്പിക്കാം, ആൻഡ് പ്രൊട്ടക്റ്റ് സൊസൈറ്റി, സമൂഹത്തെ സംരക്ഷിക്കാം. ഇതൊക്കെയാണ് പീനോളജിയിൽ വരുന്നത്. പീനോളജി തീർന്നിട്ടില്ല. പീനോളജി കൺസിഡേഴ്സ് ഫാക്ടേഴ്സ് സച്ച് എസ് സിവിയറിറ്റി ഓഫ് പണിഷ്മെൻറ്റ്. പീനോളജി ഇതിന് പുറമെ മറ്റ് ഘടകങ്ങളായ പണിഷ്മെൻറ്റ് സിവിയറിറ്റി, കാഠിന്യത്തെക്കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. ദ റോൾ ഓഫ് റിട്രിബ്യൂഷൻ, മാത്രമല്ല റോൾ ഓഫ് റിട്രിബ്യൂഷൻ, അതായത് റിട്രിബ്യൂഷൻ്റെ റോൾ എന്താണ്? റിട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിന് ഒരു കണ്ണ് എന്ന ഫിലോസഫിയാണ് റിട്രിബ്യൂഷൻ, പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ടവൻ്റെ കൈവെട്ടുക, അതിലാണ് റിട്രിബ്യൂഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിറ്ററൻസ്, അത് ഇനി ഉണ്ടാകുന്ന ക്രൈംസ് തടയുക എന്നുള്ളത്. റിഹാബിലിറ്റേഷൻ, അതായത് പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. ഇവരെ ക്രിമിനൽസ് ആണെങ്കിലും ശിക്ഷ കഴിഞ്ഞ് പുനരധിവസിപ്പിക്കാനാവശ്യമായ എന്തൊക്കെ വാട്ട് ആർ ദ സൊല്യൂഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ ദ കറക്റ്റീവ് സെൻറ്റേഴ്സ് ഓർ പ്രിസൺസ്. ഈ കാര്യങ്ങളൊക്കെ ക്രിമിനോളജിയുടെ ഭാഗമാണ്. ഓക്കെ, ഇത് ആൻസർ ഉണ്ട്. ഇതിപ്പോൾ ഈ കേട്ടതൊന്ന് നോട്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ എഴുതാം. പീനോളജി എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 4 ഔട്ട് ഓഫ് 4 you would be getting the complete marks. And now the other question is explain the issues of phenology.
പീനോളജിയുടെ ഇഷ്യൂസ് ഇവിടെ നമ്മളുണ്ട്. ഇതാ ഇഷ്യൂസ് ഓഫ് പീനോളജി. പീനോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ പ്രിസൺസിനെ കുറിച്ച് പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതായത് ഓവർ ക്രൗഡിങ് ഉണ്ട്, റെസിഡിവിസം ഉണ്ട്, പ്രിസണേഴ്സ് റൈറ്റ്സ് ഉണ്ട്. ഇത് മൂന്നും ശ്രദ്ധിക്കുക. ഓവർ ക്രൗഡിങ് അതായത് ഇന്ത്യൻ ജയിലുകളിൽ തിരക്ക് കൂടിയൊരവസ്ഥയാണ്, കുറ്റവാളികളുടെ എണ്ണം കൂടുതലാണ്, അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് കൂടുതലാണ് എന്നുള്ളത് കൂടി അതൊരു പീനോളജിയുടെ ഒരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, സ്റ്റേറ്റ് എനി വൺ ഇഷ്യൂ ഓഫ് പീനോളജി എന്ന് ചോദിക്കുക. ഇതിലൊന്ന് എഴുതി വെക്കാം. Okay, and the next one is recidivism. What is recidivism? I already told you what is recidivism. Recidivism is the tendency of the offender who is imprisoned to commit the offense or the crime again after release. റിലീസിന് ശേഷം, ജയിലിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം ക്രൈം ചെയ്യാനുള്ള ആ പ്രവണത, അതിനെയാണ് എന്ത് പറയുന്നത്? റെസിഡിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബോൺ ക്രിമിനൽസിനൊക്കെ എന്തുണ്ട്? ബോൺ ക്രിമിനൽസ് ആർ റെസിഡിവിസ്റ്റിക് ഇൻ ബിഹേവിയർ എന്ന് നമുക്ക് പറയാം. ബോൺ ക്രിമിനൽസ് ഉണ്ട്. ക്രിമിനൽസിനെ നമ്മളുടെ സീസറോ ലാംബ്രോസോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ബോൺ ക്രിമിനൽസ് ഉണ്ട്, സിറ്റുവേഷണൽ ക്രിമിനൽസ് ഉണ്ട്. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ബോൺ ക്രിമിനലാണ്. അത് ബോൺ ക്രിമിനലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. അതിൽ നിന്ന് അദ്ദേഹം ഡീവിയേറ്റ് ചെയ്യുകയോ ഗിൽട്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ബോൺ ക്രിമിനൽസ് എന്താണ്? റെസിഡിവിസ്റ്റിക് ബിഹേവിയറാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കില്ല? പരോട് കൊടുക്കില്ല, സോളിറ്ററി കൺഫൈൻമെൻ്റ് ആണ്, പുറത്തിറക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് റെസിഡിവിസം. അതുപോലെ തന്നെ റെസിഡിവിസം ഇന്ത്യൻ പരോൾ സിസ്റ്റത്തിൻ്റെ പീനോളജിയുടെ ഒരു ഭാഗമാണ്. ആൻഡ് നൗ പ്രിസണേഴ്സ് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ പീനോളജി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഓർ ഇഷ്യൂ ആണ്. ഏത്? ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ക്രിമിനൽസായ ഇംപ്രിസൺ ചെയ്യപ്പെട്ട വിമൺ, സ്ത്രീകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരും അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Penology and the issues of penology and the state the importance of Indian Penal Code. The importance of Indian Penal Code. Answer സ്ലൈഡിലുണ്ട്. പേജ് നമ്പർ 150 നമുക്ക് നോക്കാം. എന്താണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻസ്? ഇന്ത്യൻ പീനൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന എപ്പോഴാണ്? 1860 ആണ്. IPC ആണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് എ ക്രൂഷ്യൽ ലീഗൽ ഫ്രെയിം വർക്ക് ദാറ്റ് എൻഷുവേഴ്സ് ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് കുറ്റകൃത്യ നീതിന്യായ വ്യവസ്ഥ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ കൃത്യമായ ഒരു ഫ്രെയിം വർക്കാണ്, രൂപരേഖയാണ് ഇന്ത്യൻ പീനൽ കോഡ്. മാത്രമല്ല ഇത് സേവിങ് ദ കൺട്രീസ് പ്രൈമറി ക്രിമിനൽ കോഡ്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിമിനൽ കോഡാണ്. അഡ്രസ്സസ് വൈഡ് റേഞ്ച് ഓഫ് ഒഫൻസസ്. ഇത് ഒരുപാട്, ഈ ക്രിമിനൽ കോഡിലെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. IPC സെക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. എല്ലാം IPC കവർ ചെയ്യാത്ത ഒരു സെക്ഷനും ഇല്ല. ഇറ്റ്സ് വെരി വൈഡ്. പോലീസ് ക്യാമ്പിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുപോകും ഈ സാധനം. മാത്രമല്ല ഇത് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യും. നന്നായിട്ട് പഠിച്ചെങ്കിൽ നമുക്ക് അവർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പറ്റും. പോലീസ് റാങ്കിൽ ഒരുപാട് വേരിയസ് റാങ്കിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇടക്കിടക്ക് കൊടുക്കും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ള റിസോഴ്സ് പേഴ്സണായിട്ട് ഞാൻ പോകാറുണ്ട്. ഇതാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത്. പീനൽ കോഡ് IPCയുടെ സെക്ഷൻസ്, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഏത് സെക്ഷനാണ് ഏത് ഒഫൻസിന് നമ്മൾ ആപ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സേവിങ് ദ കൺട്രീസ് പ്രൈമറി ക്രിമിനൽ കോഡ് ഇറ്റ് അഡ്രസ്സസ് എ വൈഡ് റേഞ്ച് ഓഫ് ഒഫൻസസ്. ഒരുപാട് ഒഫൻസിനെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫോർ എക്സാമ്പിൾ ക്രൈം അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, പബ്ലിക് ഒഫൻസസ് ഇൻവോൾവിങ് ആംഡ് ഫോഴ്സസ്, ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു വലിയ രൂപരേഖയാണ് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന IPC എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ എൻകംപാസസ് സീരിയസ് ക്രൈം സച്ചസ്. അതിന് പുറമെ ഇത് അഡ്രസ്സ് ചെയ്യുന്ന മറ്റ് കുറ്റകൃത്യങ്ങൾ, കിഡ്നാപ്പിംഗ് ഉണ്ട്, മർഡർ ഉണ്ട്, റേപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റിലീജിയൻ, പ്രോപ്പർട്ടി ഒക്കെയായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെയും കവർ ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട് IPC ഇന്ത്യൻ പീനൽ കോഡ് 1860. അപ്പോൾ അതിലെ സെക്ഷൻസൊക്കെ നിങ്ങൾക്കൊരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. IPCയുടെ ഏതൊക്കെയാണ് ഇന്ത്യൻ പീനൽ കോഡ്സിലെ ഏതൊക്കെ സെക്ഷൻസ് എന്ന് വ്യക്തമായിട്ട് പഠിക്കാനുണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, യു കം ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. ദ നെക്സ്റ്റ് വൺ explain justice VR Krishna Iyer Committee on Jail Reforms. Justice VR Krishna Iyer Committee on Jail Reforms. ജയിൽ റിഫോംസിലെ സുപ്രധാനമായ 2 കമ്മിറ്റികൾ ജസ്റ്റിസ്
VR കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ മുല്ല കമ്മിറ്റി എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ കമ്മിറ്റി, എന്താണ് ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ കമ്മിറ്റി പറയുന്നത്? ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ കമ്മിറ്റി ജയിൽ റിഫോംസിൽ 1987 ജയിൽ റിഫോമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആരെ ചുമതലപ്പെടുത്തിയത്? ജസ്റ്റിസ് VR കൃഷ്ണ അയ്യരെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിലൂടെയുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വുമൺ പ്രിസണേഴ്സ്, സ്ത്രീകളായ കുറ്റവാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മോർ, അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി ദ കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർ ദ ഇൻഡക്ഷൻ ഓഫ് മോർ വുമൺ ഇൻ ടു ദ പോലീസ് ഫോഴ്സിൽ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ജയിൽ റിഫോം കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ കമ്മിറ്റി. കൺസിഡറിങ് ദെയർ സ്പെഷ്യൽ റോൾ ഇൻ ഡീലിംഗ് വിത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഡീൽ ചെയ്യാൻ അവരുടെ റോൾ പ്രധാനപ്പെട്ടതാണ്, വിമൺ പോലീസ് ഓഫീസേഴ്സിൻ്റെ റോൾ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇറ്റ് ഓൾസോ ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ബെറ്റർ ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് ഫോർ വിമൺ ആൻഡ് ചൈൽഡ് പ്രിസണേഴ്സ് വിത്തിൻ ദ പ്രിസൺ സിസ്റ്റം. കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജയിൽ സിസ്റ്റത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യവും കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഓക്കെ, നൗ the next one, what are the psychological and behavioral benefits of meditation in prisons? Psychological and behavioral meditation, behavioral ലിസൺ ഹിയർ. ആൻസേഴ്സ് ഉണ്ട്. ആൻസേഴ്സ് നിങ്ങൾ ലാസ്റ്റ് സ്ലൈഡിൽ നിന്ന് എടുക്കണം. ഓക്കെ, അത് ആൻസേഴ്സ് അവിടെ നോക്കാം. സോ സംടൈംസ് ഐ ഡോണ്ട് സ്ക്രോൾ ടു the answer. Here I scroll to the answer. See, psychological and behavioral benefits of meditation in prisons. പ്രിസൺസിലെ മെഡിറ്റേഷൻ്റെ മാനസികവും അതുപോലെ തന്നെ സ്വഭാവപരവുമായ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത്. ഇപ്പോൾ പ്രിസൺസിൽ റിഫോർമേറ്റീവ് ആക്ടിവിറ്റീസ് പ്രിസൺസിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾക്കറിയാം വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു, അക്കാദമിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്, മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. തെറാപ്പീസ് ഒരുപാട് ടൈപ്സ് ഓഫ് തെറാപ്പീസ് ഉണ്ട്, മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ ഗുണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ബെനിഫിറ്റ്സ്, മനഃശാസ്ത്രവും സ്വഭാവപരവുമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ കുറ്റവാളികൾക്ക് ലഭിക്കുന്നത്. സോ യു സീ ദ പോയിന്റ്, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി റിഡക്ഷൻ, അവരുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഏങ്കർ ആൻഡ് അഗ്രഷൻ കൺട്രോൾ, ദേഷ്യവും അതുപോലെ തന്നെ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ വയലൻസ് അല്ലേ, വയലൻസ് കാണിക്കാനുള്ള ആ പ്രവണതയും കുറച്ച് കൊണ്ടുവരാൻ മെഡിറ്റേഷന് സാധ്യമാണ്, ധ്യാനത്തിന്. ഇമോഷണൽ റെഗുലേഷൻ, അതായത് വികാരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, സ്വയം ഡിസിപ്ലിൻഡ് ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, സ്വയം ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റിഡക്ഷൻ ഇൻ സബ്സ്റ്റൻസ് അബ്യൂസ് കുറച്ച് വരാൻ, ലഹരി ഉപയോഗം കുറച്ച്, അമിതോപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ജയിലിലെ മാത്രമല്ല, ഇതിപ്പോൾ ഈ മെഡിറ്റേഷൻ സ്കൂളുകളിൽ, വർക്ക് പ്ലേസുകളിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ യോഗയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഈ മെഡിറ്റേഷൻസിൻ്റെ ഒക്കെ ഗുണങ്ങൾ ജനറലായിട്ട് ഇത് തന്നെയാണ്. സോ ദിസ് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ ദ കറക്ഷണൽ സെറ്റിങ്സ് ഓൾസോ. ജയിലുകളിലും ഈ ഗുണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, now what are the vocational training units in Indian prisons? ഇന്ത്യൻ പ്രിസൺസിലെ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യൻ പ്രിസൺസ്? സി, വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്, ഒരു വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റാണ്. അപ്പോൾ ഫുഡ് യൂണിറ്റ് ഒന്ന് പറയാം. ഫുഡ് യൂണിറ്റ് ഒന്നാണ്. ടൈലറിങ് യൂണിറ്റ് ഉണ്ട് മറ്റൊന്ന്. ഇപ്പോൾ ഈ ജയിലുകളിൽ വൊക്കേഷണൽ ട്രെയിനിങ്, ജോലി സംബന്ധമായ ട്രെയിനിങ് യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഫുഡ് യൂണിറ്റ് എഴുതാം. ടൈലറിങ് യൂണിറ്റ് ഉണ്ട്. പോൾട്രി ഫാം ഉണ്ട്. പോൾട്രി ഫാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഴി വളർത്തുന്നത്. അഗ്രികൾച്ചർ യൂണിറ്റ് ഉണ്ട്. ഫിഷ് ഫാം ഉണ്ട്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള
നമ്മളുടെ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ്സ്. അപ്പോൾ ഇതൊന്ന് സിമ്പിളായിട്ട് എഴുതി വെക്കുകയേ വേണ്ടും, കൂടുതലൊന്നും ഇതിൽ പഠിക്കാനൊന്നുമില്ല. ഫുഡ് യൂണിറ്റ്, ടൈലറിംഗ് യൂണിറ്റ്, പോൾട്രി ഫാം, അഗ്രികൾച്ചർ യൂണിറ്റ് ആൻഡ് ഫിഷ് ഫാം ആർ ദ മേജർ വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യൻ പ്രിസൺസ്. ആൻഡ് നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 types ഓഫ് പരോൾ ചോദിച്ചിട്ടുണ്ട്. 130 പേജ് നമ്പറിൽ 2 types ഓഫ് പരോൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് 2 രീതിയിലുള്ള പരോൾ എന്നുള്ളത്. 2 രീതിയിലുള്ള പരോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റെഗുലർ പരോൾ ആൻഡ് കസ്റ്റഡി പരോൾ. 177 ആണ് പേജ്, 130 അല്ല. റെഗുലർ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റഡി പരോൾ ആൻഡ് റെഗുലർ പരോളാണ്. നമുക്ക് നോക്കാം 2 തരത്തിലുള്ള പരോൾ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ടൈമിൽ ഒരു ചെറിയ ചെറിയ പീരീഡിലേക്ക് ഇവരെ പുറത്തേക്ക് വിടുന്നു, ഫ്രീഡം അനുവദിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, പരോൾ എന്ന് പറയുന്നത്. കസ്റ്റഡി പരോളും റെഗുലർ പരോളുമാണ് 2 രീതിയിലുള്ള പരോൾ. നമുക്ക് നോക്കാം ആൻസർ എന്താണ് ഈ കസ്റ്റഡി പരോൾ. നേരത്തെ പറഞ്ഞു, നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ കൊടുക്കുന്നതാണ് കസ്റ്റഡി പരോൾ. 14 ദിവസത്തേക്കാണ് കൊടുക്കുന്നത്. ഈ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൽ ഉൾപ്പെടുന്നു? ഞാൻ പറഞ്ഞു നേരത്തെ ഫാദർ മദറിൻ്റെയോ ഡെത്ത് എന്ന് പറഞ്ഞു. ദ എമർജൻസി സിറ്റുവേഷൻ മേ ഇൻക്ലൂഡ് ഡെത്ത് ഓർ മാരേജ് ഓഫ് ദ പരോൾസ് ഫാമിലി മെമ്പർ. കല്യാണമാവട്ടെ അല്ലെങ്കിൽ മരണമാവട്ടെ, അതൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അണ്ടർ സച്ച് സിറ്റുവേഷൻ ദ ഒഫൻഡർ ഈസ് ഗിവൺ എ പരോൾ ഫോർ 14 days. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് 14 ദിവസത്തേക്ക് പരോൾ അനുവദിക്കുന്നു. അതിനെയാണ് കസ്റ്റഡി പരോൾ. റെഗുലർ പരോൾ എന്ന് പറയുന്നത് ഒഫൻഡേഴ്സ് ഹൂ സെർവ്ഡ് അറ്റ്ലീസ്റ്റ് 1 year ഇൻ പ്രിസൺ ആർ എലിജിബിൾ ഫോർ റെഗുലർ പരോൾ. 1 വർഷം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് റെഗുലർ പരോളിന് അർഹതയുണ്ട്. അതിന് എമർജൻസി സിറ്റുവേഷൻ ആവശ്യമില്ല. ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 1 month ആണ്. 1 മാസമാണ് അതിൻ്റെ മാക്സിമം പീരീഡ്. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് ഗ്രൗണ്ടഡ് ഓൺ സർട്ടൻ ഗ്രൗണ്ട് ലൈക്ക് മാരേജ്, ആക്സിഡൻസ്, ഡെത്ത് ആൻഡ് ഇൽനെസ് ഇൻ ഫാമിലി ഓർ ബർത്ത് ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 1 month പരോൾ അനുവദിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ റെഗുലർ പരോൾ ആർക്ക് നൽകില്ല. അതായത് നമ്മുടെ ഈ ഗോവിന്ദചാമിനെ പോലത്തെ ടീമിനൊന്നും ഈ പരോൾ കൊടുക്കില്ല. കാരണം അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ക്രിമിനാലിറ്റിയൊക്കെ നടത്തിയിരിക്കുന്ന പേഴ്സൺസിന്, അതുപോലെ തന്നെ ഒഫൻസസ് ദാറ്റ് പോസ് എ ഗ്രേറ്റ് ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി, രാജ്യസുരക്ഷയ്ക്ക് ഒരു ഭീകരമാകും എന്നുള്ള, അല്ലെങ്കിൽ ഒരു ത്രെട്ടാകും എന്നുള്ള സാഹചര്യത്തിലും ആർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് ഏത് കൊടുക്കില്ല, റെഗുലർ പരോൾ നൽകുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ 2 types ഓഫ് പരോൾ, കസ്റ്റഡി പരോൾ ആൻഡ് റെഗുലർ പരോൾ. ആൻഡ് നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിക്ടിമൈസേഷൻ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് പ്രൈമറി വിക്ടിമൈസേഷനും അതുപോലെ സെക്കൻഡറി വിക്ടിമൈസേഷനും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഇൻ ഇന്ത്യൻ പ്രിസൺ സിസ്റ്റം. ഇന്ത്യൻ പ്രിസൺ സിസ്റ്റത്തിൻ്റെ ചാലഞ്ചസ്, എന്തൊക്കെ വെല്ലുവിളികളാണ്? ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. എന്തൊക്കെ വെല്ലുവിളികളാണ് ഇന്ത്യൻ പ്രിസൺ സിസ്റ്റം ഫേസ് ചെയ്യുന്നത്? So answer is here. Yes, see the challenges in Indian prison system. First one is that overcrowding ആണ്. The overcrowding is the most important challenge of Indian prison system. Overcrowding. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായ രീതിയിൽ ഫെസിലിറ്റി കൊടുത്തിട്ട് അവിടെ പാർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അണ്ടർ ട്രയൽസ്. ഇപ്പോൾ അണ്ടർ ട്രയൽസ് എന്ന് പറയുന്നത്, അതായത് വിചാരണ കൂടാതെ പാർപ്പിക്കുന്നവർ, റിമാൻഡേഴ്സാണ്. അവർ അണ്ടർ ട്രയൽസ് എന്നാണ് പറയുന്നത്. അൺജസ്റ്റ് ഇൻകാർസറേഷൻ. അപ്പോൾ അണ്ടർ ട്രയൽസ് അതേപോലെ തന്നെ ഈ അണ്ടർ ട്രയൽസേഴ്സിന് വിചാരണ കൊടുക്കാതെ പാർപ്പിക്കുമ്പോൾ ഇത് നീതിയാണെന്ന് കോടതി അഭിപ്രായപ്പെടുന്നുണ്ട്. അൺജസ്റ്റാണ് ഈ തടവെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ കൊടുക്കണം, ട്രയൽ കൊടുക്കുകയും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അണ്ടർ ട്രയൽസ് ആൻഡ് പെൻഡൻസി ഓഫ് കേസസ്. പെൻഡൻസി ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ കേസ് പെൻഡിങ് ആയി നിൽക്കുന്നു എന്നുള്ളത്. കേസ് പെൻഡിങ് ആവുന്നത് കൊണ്ട് തന്നെ ഇവർ ജയിലിൽ തന്നെ താമസിക്കേണ്ട അവസ്ഥ, അത് ഓവർ ക്രൗഡിങ്ങിന് കാരണമാകുന്നുണ്ട്. ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ്. അതുപോലെ പ്രിസൺ സിസ്റ്റത്തിലെ സ്റ്റാഫ് ഷോർട്ടേജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ജയിൽ ബ്രേക്കിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ കുറ്റവാളികൾ ജയിൽ ചാടാനുള്ള കാരണങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് കണ്ടീഷൻ ഓഫ് വിമൺ പ്രിസണേഴ്സ്. വിമൺ പ്രിസണേഴ്സിൻ്റെ കണ്ടീഷൻ, സാഹചര്യം, ഹൈജീൻ ഇഷ്യൂസ്, അതുപോലെ കസ്റ്റോഡിയൽ അബ്യൂസ്, അതൊക്കെ ഇന്ത്യൻ പ്രിസൺ സിസ്റ്റത്തിൻ്റെ ചാലഞ്ചസ്. ടോർച്ചർ ആൻഡ് അബ്യൂസ് കൂടിയുണ്ട്, അതാണ്.
ടോർച്ചർ ആൻഡ് അബ്യൂസ്, അതായത് പീഡനവും അതുപോലെ തന്നെ അബ്യൂസും എന്താണ് ഇന്ത്യൻ പ്രിസൺസിൽ. ഇത് സൈക്കോളജിക്കൽ അബ്യൂസ്, മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനായിട്ട് കാണുന്നുണ്ട്. ടോർച്ചർ ആൻഡ് അബ്യൂസ്. നൗ ഇൻഫെക്ഷസ് ഡിസീസസ് ഉണ്ട്. ഓവർ ക്രൗഡിങ് കാരണം അത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ജയിലിൽ കൂടുതലാണ് എന്ന കാര്യം കൂടി വേരിയസ് കമ്മിറ്റീസ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. നൗ ഒബ്സൊലീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ നിയമങ്ങൾ, കൊളോണിയൽ ലീഗൽ ഫ്രെയിം വർക്കാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പല നിയമങ്ങളും അതിൽ നിന്നും വ്യത്യസ്തമല്ല, അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒബ്സൊലീറ്റ് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഹനിക്കുന്ന രീതിയിലാണ് എന്ന് കൂടി അഭിപ്രായം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസ്. മനുഷ്യ അവകാശ ആശങ്കകൾ എന്നാണ്. അതാണ് റിപ്പോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ എൻഹാൻസ്ഡ് ഓവർസൈറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി വിത്തിൻ ദ പ്രിസൺ സിസ്റ്റം. പ്രിസൺ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം കൂട്ടണം, കാരണം അവിടെ എന്തുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇന്ത്യൻ പ്രിസൺ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ആണ്. And now the next question is, we have already explained the psychological and behavioral benefits of meditation in prisons. The next one is evaluate the problems of correctional administration. Correctional administration അഥവാ പ്രിസൺസിലെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓവർ ക്രൗഡിങ് ഉണ്ട്, അതുപോലെ തന്നെ problems actually mentioned here, the problems of correctional administration, overcrowding in prisons. മലയാളം വേണ്ടവർ ഇതിനെ മലയാളത്തിലേക്ക് അങ്ങോട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. അതായത് ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നാണ്. പ്രിസൺസിലെ തിരക്കുകൾ, കുറ്റവാളികളുടെ തിരക്ക് എന്നുള്ളതാണ്. അണ്ടർ സ്റ്റാഫിംഗ് ആൻഡ് പുവർ ട്രെയിനിങ് ഓഫ് പ്രിസൺ പേഴ്സണൽ, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ പ്രിസണിലെ എംപ്ലോയീസിനുള്ള ട്രെയിനിങ് കൃത്യമായി നൽകുന്നില്ല. അവർക്ക് എങ്ങനെ ഇവരെ കൊണ്ടുപോകണം, എങ്ങനെ റിഫോർമേറ്റീവ് വർക്ക് നടത്തണം, എന്തൊക്കെ വർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയോ ട്രെയിനിങ്ങോ ഈ പ്രിസൺ പേഴ്സണൽസിന് കൊടുക്കുന്നില്ല. അതുപോലെ ലേക്ക് ഓഫ് റിഹാബിലിറ്റേഷൻ ആൻഡ് റിഫോർമേഷൻ പ്രോഗ്രാംസ്. ഞാൻ ഈ 2-3 ടേംസ് പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റിഹാബിലിറ്റേഷൻ, റിഫോർമേഷൻ, റീഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിഹാബിലിറ്റേഷൻ പുനരധിവസിപ്പിക്കാനുള്ള പരിപാടികൾ, റിഫോർമേഷൻ നവീകരിക്കാനുള്ള പദ്ധതികൾ, റീഇൻ്റഗ്രേഷൻ പുനഃസംയോജനം സമൂഹത്തിൽ. ഇപ്പോൾ പോസ്റ്റ് റിലീസിന് ശേഷം, ജയിലിൽ നിന്ന് വിട്ടതിന് ശേഷം, അപ്പോൾ അതിനുള്ള പദ്ധതികളൊക്കെ അത് വളരെ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാനും അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സ്റ്റാഫിൻ്റെ അഭാവം, അതുപോലെ പ്രോഗ്രാംസിൻ്റെ അഭാവം ഒക്കെ ഇന്ത്യൻ പ്രിസൺസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആണ് മറ്റൊരു കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കാം. നൗ ഇൻ അഡീക്വറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇവർക്ക് കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അപര്യാപ്തമാണ് എന്നുള്ളതാണ്. ആരോഗ്യ പരിരക്ഷ ഒക്കെ അപര്യാപ്തമാണ്. ഹെൽത്ത് കെയറിൽ എന്ത് വരുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് കെയർ പ്രധാനമായൊരു ഘടകമാണ്. അതായത് മാനസികാരോഗ്യത്തിന് വേണ്ടി കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കോഴ്സസ് അല്ലെങ്കിൽ മറ്റ് എൻഹാൻസിങ് മെഷേഴ്സ്, ഇതൊന്നും നൽകാത്തത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സൊക്കെ ഇവരിൽ പ്രിസണേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ക്രൈം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകമാകുന്നു. അതുകൊണ്ട് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, എസ്പെഷ്യലി ഇൻക്ലൂഡിങ് വാട്ട് ഈസ് മെൻ്റൽ ഹെൽത്ത് കെയർ, മാനസികാരോഗ്യ പരിരക്ഷ ഒക്കെ കൊടുക്കുന്നതിൽ ഇന്ത്യൻ കറക്ഷൻ സിസ്റ്റത്തിന് ഉള്ള പ്രശ്നമാണ്. ഹൈ നമ്പർ ഓഫ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്. മറ്റൊന്ന്, അണ്ടർ ട്രയൽ പ്രിസണേഴ്സിൻ്റെ ഉയർന്ന എണ്ണം തീർച്ചയായിട്ടും ജയിലുകൾ ക്രൗഡഡ് ആവുന്നുണ്ട്, ഒരു പ്രശ്നമാണ്. ആൻഡ് നൗ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആൻഡ് അബ്യൂസ്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ ലംഘനങ്ങളും അതുപോലെ തന്നെ മിസ്യൂസും. അബ്യൂസ് എന്ന് പറഞ്ഞാൽ മിസ്യൂസും, എസ്പെഷ്യലി വിമൺ മിസ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഇൻമേറ്റ്സിനോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒക്കെ എന്താണ്, ഇന്ത്യൻ കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. നൗ പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലിവിങ് കണ്ടീഷൻസ്, അതായത് വളരെ മോശമായ ആന്തരിക സംവിധാനവും ജീവിത സാഹചര്യവും. കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്, അഴിമതിയുണ്ട്, മിസ്മാനേജ്മെൻറ്റും ജയിലുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം. ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ റീഇൻ്റഗ്രേഷൻ, ജയിലുകളിലെ പ്രോഗ്രാംസ് ഒരിക്കലും റീഇൻ്റഗ്രേഷനെ ഫോക്കസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം the programs of jail authorities becomes to make a criminal again
ഓർ ലേബലിംഗ് ആസ് എ ക്രിമിനൽ ഫോർ എവർ. അപ്പോൾ ഈ പ്രോഗ്രാംസ് അവിടെ കൊടുക്കുന്ന പ്രോഗ്രാംസ് ചിലപ്പോൾ ആ അപ്രോച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രിമിനലായിട്ട് തന്നെ എന്നും കൊണ്ടുപോകാനുള്ളതിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് കൂടി ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ആക്ച്വലി എ പ്രോബ്ലം ഓഫ് ദ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് നൗ ജെൻഡർ സ്പെസിഫിക് ചലഞ്ചസ്. ജെൻഡർ സ്പെസിഫിക് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പോൾ ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചാലഞ്ചസ്, കാരണം സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഹെൽത്ത് കെയറിനാണെങ്കിലും അതുപോലെ അവരുടെ കുട്ടികളെ കെയർ ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ അവർക്ക് മറ്റ് ആവശ്യമായ ഹൈജീനിക് ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് ജെൻഡർ സ്പെസിഫിക് ചാലഞ്ചസ്. അതൊക്കെ അപര്യാപ്തമാണ് എന്നുള്ളതാണ് ജെൻഡർ സ്പെസിഫിക് ചാലഞ്ചസിലൂടെ ഉദ്ദേശിക്കുന്നത്. നൗ ദ 11th വൺ, ഇൻഅഡ്വക്വറ്റ് ലീഗൽ എയ്ഡ് ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ്. ഇവർക്ക് എന്ത് നൽകുന്നില്ല, അതായത് നിയമപരമായ എയ്ഡ്, സഹായം, അതുപോലെ തന്നെ നീതി ചിലപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് കൂടി ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ആബ്സെൻസ് ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജിയുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് ആവശ്യമായ CCTV ക്യാമറകൾ, അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പിങ്ങിനുള്ള മോഡേൺ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഡിജിറ്റൽ റെക്കോർഡ്സ്, കോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്, ഇന്ത്യയുടെ പ്രിസൺ സിസ്റ്റം പിന്നിലാണ് എന്നത് കൂടി നമ്മളുടെ പ്രിസൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് കാണാൻ സാധിക്കും, ദ ആബ്സെൻസ് ഓഫ് മോഡേൺ ടെക്നോളജി. സോ ഇഫ് ക്വസ്റ്റ്യൻ asks as the problems of correctional administration, you can definitely pinpoint to the 12 ideas. ഈ 12 ആശയങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാനും എഴുതാനും സാധിക്കും. ഓക്കെ, നൗ the next one is the last question, the types of punishment. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് the types of punishment. Listen here, death sentence. ഇവിടെ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്, ആൻസർ സ്ലൈഡ്, സോ യു ഫൈൻഡ് ഔട്ട് ഇറ്റ്. ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റിന് നമ്മൾ ഈ രീതിയിലുള്ള കാറ്റഗറൈസേഷനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡെത്ത് സെൻറ്റൻസ് ഉണ്ട്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അതുപോലെ റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ്, സോളിറ്ററി കൺഫൈൻമെൻറ്റ്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏകാന്ത തടവാണ്. അതുപോലെ തന്നെ എന്താണ് മറ്റൊന്ന് നമ്മളുടെ ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, സ്വത്ത് വകകൾ കെട്ടുക എന്നുള്ളത്. അതായത് സ്വത്ത് വകകൾ കെട്ടുക എന്നുള്ളതും എന്താണ്, ഒരു ശിക്ഷയുടെ ഭാഗമാണ്. പിന്നെ ഫൈൻ ഉണ്ട്, ഫൈൻ നമ്മൾക്കറിയാം ശിക്ഷയുടെ ഭാഗമാണ്. നമുക്ക് ഫൈൻ ഇപ്പോൾ എന്താണ് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC പ്രകാരം സെക്ഷൻ 421 എന്ത് പറയുന്നുണ്ട്, ഗവേൺസ് ദ ഫൈൻ റിക്കവറി, ഫൈനിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫൈൻ കുറ്റവാളിയിൽ നിന്ന് ഫൈൻ വാങ്ങിച്ചിട്ട് വിക്ടിമിന് കോമ്പൻസേഷനായിട്ട് കൊടുക്കാൻ ഉള്ള കാര്യമാണ് ഈ ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്, CRPC എന്നാണ് പറയുന്നത്. CRPC അതിൽ സെക്ഷൻ 421 ഏതാണ്, ഫൈൻ ഒരു പണിഷ്മെൻ്റായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ അത് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാനിഷ്മെൻറ്റ്, നാട് കടത്തുക എന്നുള്ളത്. ബാനിഷ്മെൻറ്റ് എന്താണ്, ഒരു ശിക്ഷാ രീതിയാണ്. ബാനിഷ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ബ്രിട്ടീഷ് റൂളിൽ കാലാപാനി, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഐലൻഡ്സിലേക്കാണ് ഇന്ത്യൻ ഒഫൻഡേഴ്സിനെ നാട് കടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഈ നാട് കടത്തുന്ന ഒരു സിസ്റ്റവും കൂടി പണിഷ്മെൻറ്റ് ഫോമാണ്. ബട്ട് ഇതിനെ ഈ മോഡേൺ ഫോം ഓഫ് പണിഷ്മെൻറ്റിനെ ഇതിന് എക്സ്റ്റേൺമെൻറ്റ് എന്നാണ് പറയുന്നത്. അവിടെ എക്സസ് ടു ഐസൊലേറ്റ് ഒഫൻഡേഴ്സ് ഫ്രം അവരെ സറൗണ്ടിങ്ങിൽ നിന്ന് ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ദൂര സ്ഥലങ്ങളിലേക്ക് നാട് കടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പണിഷ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്. കമ്മ്യൂണിറ്റി സർവീസും എന്താണ്, ഒരു പണിഷ്മെൻറ്റ് മെത്തേഡായിട്ട് എടുക്കുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുക പണിഷ്മെൻറ്റ് മെത്തേഡാണ്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് forms of punishment. So yes, we have explained I think 26 questions in this crash course. 26 ക്വസ്റ്റ്യൻസ് ഈ ക്രാഷ് കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഈസ് വെരി റെലവൻറ്റ്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് പോയിൻറ്റ്സ് കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ്.